ما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. فاللهم علمنا ما ينفعنا വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നിർബന്ധമായും നമ്മൾ ഒഴിവാക്കേണ്ടുന്ന വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അധ്യായത്തിലാണ് നമ്മളുള്ളത്. ബാബു തഹ്രീമി തശബ്ബുഹിർ റിജാലി ബിന്നിസാഇ വതശബ്ബുഹിൻ നിസാഇ ബിർരിജാലി ഫീ ലിബാസിൻ വഹർകത്തിൻ വഗൈരി ദാലിക്. എന്താണ് അധ്യായം? തഹ്രീം, ഹറാമാണ്. എന്ത് ഹറാമാണ്? തശബ്ബുഹിർ റിജാൽ, പുരുഷന്മാര് സാദൃശ്യമാവൽ, പുരുഷന്മാര് സാദൃശ്യമാകൽ. തശബ്ബഹ എന്ന് പറഞ്ഞാൽ എന്താണ്? സാദൃശ്യമായി. ഹദീസുകൾ നമ്മൾ ധാരാളം കേട്ടതാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യമായാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. ഒരു സമൂഹത്തിൻ്റെ മറ്റൊരു സമൂഹത്തിൻ്റെ ആചാരങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ, അവരുടേതായ സമ്പ്രദായങ്ങളൊക്കെ ഒരാൾ അനുകരിക്കുകയാണെങ്കിൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ ധാരാളമായി കേട്ട ഒരു പദമാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? തശബ്ബുഹിർ റിജാൽ, തശബ്ബുഹുർ റിജാൽ, പുരുഷന്മാർ സാദൃശ്യമാവൽ ഹറാമാണ്. ബിൻ നിസായി, സ്ത്രീകളോട് സാദൃശ്യമാവൽ ഹറാമാണ്. നേരെ മറിച്ചും അങ്ങനെ തന്നെയാണ്. വതശബ്ബുഹിൻ നിസാഇ ബിർരിജാലി, സ്ത്രീകൾ സാദൃശ്യമാകലും ഹറാമാണ്. ബിർരിജാലി, പുരുഷന്മാരോട്. സ്ത്രീകൾ പുരുഷന്മാരോട് സാദൃശ്യ, പുരുഷൻ സ്ത്രീയോട് സാദൃശ്യമാവുക. ഏതിലെല്ലാം? ഫീ ലിബാസിൻ, വസ്ത്രത്തിൽ. അപ്പൊ പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീ, സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷൻ. വഹറക്കത്തിൻ, വെറും വസ്ത്രം മാത്രമൊന്നുമല്ല, വഹറക്കത്തിൻ, ചലനങ്ങളിലും. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചലനം. പൊതുവേ അല്ലാഹു സുബ്ഹാനഹു വ തആല വഗൈരി ദാലിക, അതല്ലാത്ത വിഷയങ്ങളിലും. വെറും വസ്ത്രവും ചലനമൊന്നും മാത്രമൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെയും സ്ത്രീയെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോ പ്രകൃതിയുണ്ട്. അള്ളാഹു പുരുഷനൊരു പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമുക്ക് വിശദീകരിക്കേണ്ടതില്ലാത്തവരെ എല്ലാവർക്കും മനസ്സിലാവും. പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. സ്ത്രീകൾക്കൊരു പ്രകൃതി, സ്ത്രൈണ പ്രകൃതി എന്നൊന്നുണ്ട്. അത് അവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്കും മനസ്സിലാവും. ഇത് ലോകത്തിൻ്റെ സ്ത്രീ പുരുഷ ആരംഭം ആദം ഹവ്വയിൽ അന്ന് മുതൽ തുടങ്ങിയത് അന്ന് വരെ അതുണ്ട്. അതില്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പിശാച് ഒരു കാലത്ത് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അത് ഇന്നും തുടരുന്നു, അത് ഇന്നും തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആണുങ്ങൾ, താടി മീശയൊക്കെ ഉണ്ടായിരുന്നോൻ ഇതൊക്കെ ഒഴിവാക്കി വെളുപ്പിച്ച് ഒരുപാട് പ്രയാസം സഹിച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി കുറേ ഹോർമോൺ കുത്തിവെച്ച് കുറേ ലേപനങ്ങൾ പുരട്ടി അങ്ങനെ അവസാനം പെണ്ണായിട്ട് നടക്കുന്നത്. നോക്കണം നിങ്ങൾ, ഇന്നത്തെ കാലത്തൊക്കെ ഈ ഹദീസ് എത്ര പെട്ടെന്നാണ് നമുക്ക് മനസ്സിലായണല്ലേ? എത്ര പെട്ടെന്നാണ് മനസ്സിലായണ്. ഒരു ശറഹും വേണ്ട, വ്യാഖ്യാനവും വേണ്ട, ഒന്നും വേണ്ട. നിരന്തരം അതാണ് ഇപ്പം. LGBTQ, അതിൻ്റെ പ്ലസ് അത് തീരുന്നില്ല, അങ്ങനെ പോവുകയാണ്. ലെസ്ബിയൻ, ഗെയ്സ്, മറ്റേത് ബൈസെക്ഷല്, പിന്നെ ട്രാൻസ്ജെൻഡർ, ഇങ്ങനെ 100 കൂട്ടം ആയിട്ടങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മഴവില്ല് ചിഹ്നവും വെച്ച് ആ കൊടിയും വെച്ച് അങ്ങനെ. അതാണ് ഇപ്പോൾ രാജ്യത്ത് ആവശ്യം, അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിലൊക്കെ സംഭവിക്കുന്നത് എന്താ? ആണ് പെണ്ണിൻ്റെ വേഷം കെട്ടുന്നു, പെണ്ണ് ആണിൻ്റെ വേഷം കെട്ടുന്നു, ആണ് പെണ്ണാകാൻ തിടുക്കം കൂട്ടുന്നു, പെണ്ണ് ആണാകാൻ നോക്കുന്നു. അതാദ്യം തന്നെ തുടങ്ങുന്നതൊക്കെ വസ്ത്രത്തിലൂടെ നോക്കും. ചെറുപ്പത്തിലേ അത് തുടങ്ങുന്നതാണ്. ചെറുപ്പത്തിലേ അങ്ങനെയുള്ള ഇത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. മിമ്മാ യകൂനു ബിഹിൽ ഇഖ്തിസാസ്, സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായതും പുരുഷന്മാരും സ്ത്രീകളും വേറെ തന്നെ ഓരോരുത്തരും അറിയപ്പെടുന്നതായ സ്വഭാവ രീതികളിൽ സാദൃശ്യപ്പെടലാണ് തെറ്റ്. അല്ലാതെ ഇപ്പോൾ ആണുങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രം തന്നെ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളത് ഇതിൽ പെടുന്നില്ല. അതല്ലാത്ത നിലക്ക് അറിയപ്പെട്ട
ഏതെല്ലാം വിധത്തിൽ ആ നിലക്ക് മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നുണ്ടോ അതൊക്കെയും ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ തന്നെയാണ് കാണുന്നത്. ദീനിയായിട്ട് പരസ്പരം പുരുഷന്മാർ ചെയ്യുന്ന നന്മെന്നും പെണ്ണ് ചെയ്തുകൂടാ, പെണ്ണ് ചെയ്യുന്ന നന്മെന്നും പുരുഷൻ ചെയ്തുകൂടാ എന്നല്ലല്ലോ ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്നുള്ളത് കാര്യം വളരെ വ്യക്തമാണ്. പിന്നെ പല ഉദാഹരണങ്ങളും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇപ്പോൾ ഫർറജുലു ഹീനമായ യളഉൽ ഹന്ന ഫി യദൈഹി വരിജ്ലൈഹി, ഒരു പുരുഷൻ അവൻ്റെ കയ്യിലും കാലിലൊക്കെ മൈലാഞ്ചി ഇടുകയാണ്. ഔ യൻഖുശു ഔ യൻതഖശു ബിൽ ഹന്ന, അല്ലെങ്കിൽ അവൻ ഹന്ന കൊണ്ട് എന്ത് ചെയ്യാണ്, അവനിങ്ങനെ പിന്നെ പല രൂപത്തിലുള്ള കുത്ത് കലകളും ഒക്കെ ചെയ്യുക. ഹന്ന സാധാരണയായിട്ട് ഒരു പിന്നെ കൈകളിലും കാലുകളിലൊക്കെ അണിയേണ്ടത് ആരാണ്? പെണ്ണുങ്ങളാണ്. അത് ആണുങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല, അത് ആണുങ്ങൾ ഉപയോഗിക്കേണ്ടതല്ല. അതേപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വസുമ്മ ബഅദ ദാലിക, അവൻ എന്ത് ചെയ്യും, പലപ്പോഴും പിന്നെ പുരുഷന്മാർ ചിലപ്പോൾ അവരുടെ മുഖങ്ങളിലൊക്കെ പല കളറുകൾ അടിച്ച്, സ്ത്രീകളൊക്കെ അവരുടെ മുഖത്തിന് സീനത്ത് കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ വിധത്തിലുള്ള അത്തരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വയളഉൽ ഹുലിയു ഫി യദൈഹി, കൈകളിൽ അവൻ വള പോലെയുള്ള ആഭരണങ്ങൾ അണിയുന്നു. വഫി റഖബത്തിഹി, അവൻ കഴുത്തിൽ ചെയിനണിയുന്നു. വഫി ഉദനൈഹി, കാതിൽ അവൻ കടുക്കനണിയുന്നു. അങ്ങനെയുള്ള ആഭരണവുമായി ഇലാ ദാലിക്, ഇതൊക്കെയും ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. സ്ത്രീകളാണ് അവർക്ക് അലങ്കാരത്തിന് ആഭരണം അണിയിക്കുക. അവമൻ യുനശ്ശഉ ഫിൽ ഹില്യ, ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഹില്യത്തിനോട് സ്വമേധയാ തന്നെ ആ രൂപത്തിൽ വളർത്തപ്പെട്ട പ്രകൃതമാണ് ഒരു പെണ്ണിൻ്റെത്. ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഇപ്പം സ്ത്രീകളുടെ സ്ത്രൈണ പ്രകൃതിയാണത് ആഭരണം അണിയാന്നുള്ളത്. ഒന്ന് പുരുഷന്മാരും കൈച്ചെയിനും ഇങ്ങനെ മറ്റേ വളയും കടകവളയും ചെയിനും ഒക്കെ ഇങ്ങനെ ധരിച്ചിട്ട് കടുക്കനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവരും ഇങ്ങനെ നടക്കുക. അതൊക്കെ ഈ പറയുന്ന സ്ത്രീകളുമായിട്ടുള്ള തശബ്ബുഹിൽ പെടും. അവരുടെ വസ്ത്രം ധരിക്കുക ആ വിധത്തിൽ. ഇപ്പോൾ സ്ത്രീവേഷം ധരിക്കുമ്പോൾ അതിന് സാരി ചുറ്റിയിട്ട് അല്ലെങ്കിൽ ചുരിദാർ ആ രൂപത്തിലൊക്കെ എന്തൊക്കെയാണോ മാറ്റം വരുത്തേണ്ടത്, മുഖത്തൊക്കെ അതിനനുസരിച്ചുള്ള ക്രീമുകൾ, കളറുകൾ, പിന്നെ മുടിയുടെ കോലം, അങ്ങനെ പല രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. ഇതൊക്കെയും ഇസ്ലാം ഗൗരവത്തോടു കൂടെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സ്ത്രീ പുരുഷനായി മാറാൻ വേണ്ടിയിട്ട് അവൾ കാണിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുടെ ശാരീരികമായിട്ട് അവളുടെ ശരീരത്തിൻ്റെ ആ ഒരു നഴുമത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രൈണ പ്രകൃതി മാറ്റിയെടുക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് പുരുഷനാകാൻ വേണ്ടി തിടുക്കം കൂട്ടലും മീശ അതുപോലെ തന്നെ താടി വരാനും അങ്ങനെ രോമം ശരീരത്തിൽ വെച്ച് മുളപ്പിക്കാനും മറ്റു പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും, അങ്ങനെ പിന്നെ പാൻറ്റ്സ് ധരിച്ച് അങ്ങനെ ഷർട്ട് ധരിച്ച് അങ്ങനെയൊക്കെ പല രൂപത്തിൽ വസ്ത്രത്തിലും നടപ്പിലും സ്ത്രീക്കൊരു നടത്തത്തിനൊരു കോലമുണ്ട്. അങ്ങനെ പുരുഷന്മാർ പെണ്ണാകുന്ന രൂപത്തിലുള്ളൊരു കുണുങ്ങിയൊരു നടത്തം, കൊഞ്ചിക്കൊണ്ടുള്ളൊരു സംസാരം. പെണ്ണ് ഇങ്ങോട്ടാകുമ്പോഴോ അതൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഗൗരവത്തിൽ പരുഷമായ രൂപത്തിൽ ആണുങ്ങളുടെ രൂപത്തിലുള്ളൊരു സംസാരം, ആ രൂപത്തിലുള്ള ചില സംസാരങ്ങളും പെരുമാറ്റങ്ങളും, ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ. അതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫീ ലിബാസിൻ ഔ ഹറക്കത്തിൻ ഔ ഗൈരി ദാലിക് ഔ നഹ്വി ദാലിക്, ഏതൊക്കെ ഒരു രൂപത്തിലൊക്കെ തശബ്ബുഹാകാൻ നോക്കുന്നുണ്ടോ എല്ലാം ഹറാമാണ്, ഒന്നും പാടില്ലാത്തതാണ്. അങ്ങനെ തശബ്ബുഹ് ഉദ്ദേശിച്ചുകൊണ്ടാകുമ്പോൾ ഒന്നും പാടില്ലാത്തതാണ്. നീ ഇതിൽ പിന്നെ ഹദീസിൽ വീണ്ടും ഒന്നാമത്തെ ഹദീസ് തന്നെ എന്താണ്, വളരെ വ്യക്തമായി തന്നെ ഇതിൽ പറയുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയണേ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഖന്നസീന മിനർ റിജാലി വൽ മുതറജ്ജിലാതി മിനൻ നിസാഇ. എന്താ പറഞ്ഞത്? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രയോഗം തന്നെ വ്യക്തമാക്കുകയാണെന്ത്, ഇത് മഹാപാപാണ്. കബീറത്ത് അതിൻ്റെ ബഹുവചനമാണ് കബായിർ. ദൻബ് പാപം രണ്ട് നിലക്കുണ്ട്, സഗീർ കബീർ. സഗീറത്തായ പാപങ്ങളുണ്ട്, കബീറത്തായ പാപങ്ങളുണ്ട്. ഒന്ന് സഗായിർ, മറ്റൊന്ന് കബായിർ. ഒന്ന് വൻപാപങ്ങൾ, മറ്റൊന്ന് ചെറുദോഷങ്ങൾ. വൻപാപങ്ങൾ തിരിച്ചറിയപ്പെടാനുള്ള ഒരടയാളമാണ്, പല കാര്യങ്ങളുണ്ട് വൻപാപങ്ങളെ സംബന്ധിച്ച് തിരിച്ചറിയാൻ. അതിൽ ഒന്നാണ് ലഅനത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാപാപമാണ്. എന്താ ലഅനത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ എന്ന ഒരാളെ കാലാകാലത്തേക്ക് ആട്ടി അകറ്റലാണ് എന്ത് ലഅനത്ത് എന്ന് പറഞ്ഞാൽ. അതാണ് ലഅന. അത്വറദു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കുക. ആണ് ശൈത്താൻ മൽഊനാണ്, അവൻ റജീമാണ്, ആട്ടിയോടിക്കപ്പെട്ടവനാണ്. അപ്പം അതുകൊണ്ട് വലിയ ഗൗരവമുള്ള വിഷയങ്ങൾക്കേ ലഅനത്ത് പറയുള്ളൂ. ലഅനത്ത് പറയുക വലിയ ഗൗരവമുള്ള പാപങ്ങൾക്കേ അങ്ങനെ പറയുള്ളൂ. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇത് എണ്ണിയത്. കണ്ട വാചകം തന്നെ നോക്കൂ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂല്
ശപിച്ചിരിക്കുന്നു. ആരെ? അൽ മുഖന്നസീന മിനർ റിജാലി. മുഖന്നസ് എന്ന് പറഞ്ഞാൽ എന്താ? ആണും പെണ്ണും കെട്ട രൂപത്തിലുള്ള ജീവിതം. മിനർ റിജാലി, പുരുഷന്മാരിൽ നിന്ന് സ്ത്രീ ആവാൻ അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ടതിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നവരെ. വൽ മുതറജ്ജിലാത്തി മിനൻ നിസാഇ, സ്ത്രീകളിൽ നിന്ന് പുരുഷനാവാൻ കൊതിക്കുന്നവരെയും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ആളുകൾ ഇന്ന് പുരുഷൻ, ഇത് വേഷം കെട്ടൽ മാത്രമല്ല, ആളുകൾ ഓപ്പറേഷനിലൂടെയും പുരുഷൻ തന്നെയാണ്. അതേ അവസരത്തിൽ പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. സൃഷ്ടിപരമായി തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഒരു മൂന്നാമത്തെ ഒരു വിഭാഗം ഇവിടെ ലോകത്തുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അറബി ഭാഷയിൽ തന്നെ ഇപ്പം എന്താണ് ദക്കർ ഉൻസ. ദക്കർ എന്ന് പറഞ്ഞാൽ മെയില്, ഉൻസ എന്ന് പറഞ്ഞാൽ ഫീമെയില്. പിന്നെ ജെൻഡറിൽ തന്നെ പറയുന്നതാണെന്ത്? ഹുൻസ. ഉൻസയല്ല, ഹുൻസ. അതാണ് ഈ വർഗം, അതാണ് മൂന്നാമത്തെ വർഗം. അവരിൽ എന്താ വെച്ചാൽ സൃഷ്ടിപരമായി, അത് പിന്നെ അവർ കുറ്റക്കാരാവില്ല, അവരിൽ സൃഷ്ടിപരമായിട്ട് തന്നെ രണ്ട് നിലക്കുണ്ട്. സ്ത്രീകളുടെ ചില അവയവങ്ങളുണ്ട്, പുരുഷന്മാരുടെ ചില അവയവങ്ങളുണ്ട്. എന്നാൽ ഒന്നും പൂർണ്ണമല്ല. അങ്ങനെ ജനിച്ചു വീഴുന്ന ചില സൃഷ്ടികളുണ്ട്. അവരെ നമ്മൾ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. അതങ്ങനെ ഒരു വിഭാഗമുണ്ട്. അവർക്ക് ഇസ്ലാമിലെ അതിൻ്റെ നിയമങ്ങളുമുണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഏത് കാലത്തും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു, അന്നുണ്ട്, എന്നുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. അങ്ങനെ പ്രകൃതിയിൽ തന്നെ അവരങ്ങനെയാണ്. പിന്നെ ചിലർ പ്രകൃതിയിൽ തന്നെ അവരുണ്ടാക്കുമെന്നല്ല, അവർക്ക് അങ്ങനെയാണ്, അവർ സംസാരം അങ്ങനെയാണ്. പെണ്ണ് സംസാരിക്കും പോലെ സംസാരിക്കുള്ളൂ, കൊഞ്ചിക്കുഴയും, നടത്തൊക്കെ അങ്ങനെ ആ നിലക്കുള്ള ആ പെരുമാറ്റവും രീതിയൊക്കെ അത് അവർ വേണച്ചിട്ടുണ്ടാക്കിയതല്ല, അവരുടെ പ്രകൃതി അങ്ങനെയാണ്. അവരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്. അവിടെയൊക്കെ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ഒരാളെ ഏതു വിഭാഗത്തിലേക്ക് നിർത്തും, അതൊരു വിഷയമാണല്ലോ. ഇങ്ങനെയുള്ള ആളുകളെ ആരോടൊപ്പം നിർത്തും? ഇപ്പം സാധാരണ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യലുണ്ട്. ഇപ്പം ആണുങ്ങൾ പോണ ടോയ്ലറ്റിലേക്ക് അവനെ കയറ്റുക, പെണ്ണുങ്ങൾ പോണിടത്തേക്ക് അവനെ കയറ്റുക. അപ്പം അവിടെയൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇപ്പോൾ പുരുഷന്മാർ പള്ളിയിലേക്ക് വരുമ്പോൾ ഇവർ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിൽക്കണോ ആണുങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കണോ? അങ്ങനെയുള്ള ആളുകൾ പകുതിയാണ്. അവരെപ്പറ്റി ഫുഖഹാക്കൾ പറഞ്ഞത് എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, അവർ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന്. ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് അവരിൽ ഏത് കാര്യമാണ് മികച്ചു നിൽക്കുന്നത് ആ വിധിയാണ് അവർക്ക് ബാധകമാവുക. ഒരു 75% പുരുഷനാണോ, എന്നാൽ അയാൾക്ക് പുരുഷൻ്റെ വിധിയാണ് വരിക. അതിൽ 75% സ്ത്രീ എന്നാണോ, എന്നാൽ അയാൾ സ്ത്രീയുടെ വിധിയാണ് അയാൾക്ക് വരിക. ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങളിലാണ് പറയുന്നത്. അപ്പോൾ ദക്കറിന് ഉൻസാക്കുള്ള അവകാശങ്ങളെ വിട്ട് ഹുൻസ എന്ന് പറയുന്ന ഈ മൂന്നാം ലിംഗം, അതിന് അവർക്ക് എന്തുണ്ട്? ഈ രൂപത്തിലുള്ള നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. അതൊക്കെ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് കേട്ടോ, അതല്ലാത്തതല്ല. ഉണ്ടാക്കുന്നത് കടുത്ത ശാപത്തിന് വിധേയമാകുന്ന കാര്യമാണ്. അങ്ങനെ ഉണ്ടാകുന്നത് അവിടെ ഈ മനഃപൂർവ്വം അത് കൃത്രിമത്വത്തിലൂടെ ഉണ്ടാക്കലാണ് ഇവിടെ ഇസ്ലാം എന്ത് ചെയ്യുന്നത്? ഗൗരവമായിട്ട് കാണുന്നത്. ഇത് ഞാൻ പ്രത്യേകം പറയണതിനാണ്, നമ്മളും മനസ്സിലാക്കണം. ചില ആളുകൾ നമ്മളെ വിമർശിക്കാൻ വേണ്ടി പറയും, കണ്ടോ ദൈവം തന്നെ സൃഷ്ടിച്ചിട്ട് ഈ ഭാഗത്തങ്ങൾ കുറ്റപ്പെടുത്തുകയാണോ എന്ന്. അപ്പം നിങ്ങളെ ദൈവം എന്തിനാ അങ്ങനെ പടച്ചത്? അങ്ങനെ പടച്ചവരെ പറ്റി നമ്മളിവിടെ കുറ്റവും പറയുന്നില്ലല്ലോ. പ്രകൃത്യാ ഉള്ളവരെ കുറ്റപ്പെടുത്തരുത്, അവർ തെറ്റുകാരുമല്ല എന്ന് ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്കതിൻ്റെ നിയമങ്ങളുണ്ട്. പണ്ഡിതന്മാർ അവരെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ അനന്തരാവകാശ നിയമത്തിൻ്റെ കാര്യത്തിൽ അവർ പുരുഷന്മാരോടൊപ്പം പള്ളിയിൽ കയറി നിൽക്കുന്ന, സഫിൽ നിൽക്കുന്നത് എവിടെയാണെന്ന് ചർച്ച ചെയ്തിടത്ത് ഒക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാതെ പോയിട്ടില്ല. ഇതൊന്നുള്ള വിഷയമൊന്നുമല്ലല്ലോ. അപ്പം അവരൊന്നും ഇസ്ലാം അവഗണിച്ചിട്ടില്ല. അവഗണിച്ചത് ആരെയാണ്? ഇപ്പം നാട്ടിൽ വിവാദമായിട്ടുള്ള ആ ചങ്ങായിനെ പോലത്തോരെയാണ്. ഓനിക്കൊരു മാറ്റമല്ല, ഓൻ ഒക്കെ വെറുതെ അഭിനയിച്ചതാണ്. അങ്ങനെ അപ്പം ആ രൂപത്തിലുള്ള ആൾക്ക് അത് കടുത്ത ശാപത്തിന് വിധേയമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് പ്രകൃതിയൊന്നുമല്ല, അത് വികൃതിയാണ്. ഇത് തനിച്ചുണ്ടാക്കിയത്, അഭിനയിച്ചാൻ ഉണ്ടാക്കിയതാണ്. അത് പാടില്ല. അതാണ് ഗുരുതരമായ കാര്യം. ഇനി വേറൊന്നുകൂടെ പണ്ഡിതന്മാർ പറഞ്ഞു, കണ്ടോ എത്ര സൂക്ഷ്മമായിട്ട് ഇസ്ലാം ഇതിനെ കൈകാര്യം ചെയ്യുന്നു നമ്മൾ ശ്രദ്ധിക്കണം. വേറൊരു കാര്യം കൂടെ പറഞ്ഞു, വഖദ് യകൂനുൽ ഇൻസാനു, എന്നാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഇപ്രകാരം
തെർബിയത്തിൻ്റെ മോശം കൊണ്ട്, തെർബിയത്തിൻ്റെ സാഹചര്യം കൊണ്ട്, വളർന്നു വന്ന സാഹചര്യം കൊണ്ട് ഇപ്രകാരം ഒരു വർഗത്തിലേക്ക് ചായ്വ് വന്നവരുണ്ടാകാം. അതെങ്ങനെ? ശാരീരിക പ്രകൃതിത്വത്തിലൊന്നുമല്ല കേട്ടോ. അതിന് പണ്ഡിതന്മാർ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരു 5-8 കുട്ടികളുണ്ട് എന്ന് വിചാരിക്കുക. 7 പെൺകുട്ടികളാണ്, 1 ആൺകുട്ടി. ഒരാൺകുട്ടിയുള്ളൂ, ബാക്കിയൊക്കെ പെങ്ങന്മാരെ കണ്ടിട്ടാണ്. ഇവൻ വളർന്നതും വലുതായതും ഒക്കെ ഈ പെണ്ണുങ്ങളുടെ ഇടയിലാണ്. അങ്ങനെ ഈ പെണ്ണുങ്ങളുടെ ഇടയിലാകുമ്പോൾ ഈ കുട്ടി എന്തു ചെയ്യും? കുറേ കാര്യങ്ങളിൽ കുറച്ചിങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ഈ കുട്ടി കാണുന്നത് മുഴുവനും ഉമ്മയും പിന്നെ ഈ 7 പെങ്ങന്മാരും. ഇവരുടെ ഡ്രസ്സിങ്ങും ഇവരുടെ നടത്തവും ഇവരുടെ പൗഡറിലും ഇവരുടെ കൺമഷിയും ഇവർ പിന്നെ ചോപ്പിക്കുന്നതും ഇവർ മൈലാഞ്ചിടും, അങ്ങനെ അവരുടേതായ രീതി തന്നെ ഈ കുട്ടി കണ്ട് വളർന്നിട്ട് ഈ കുട്ടിയിൽ ചിലപ്പോൾ അതിലേക്കൊരു ചായ്വ് ഇങ്ങനെ ചെറുപ്പത്തിൽ കാണുമ്പോൾ തന്നെ രക്ഷിതാക്കൾ അവിടെ പിടിച്ചോളണം എന്ന്. രക്ഷിതാക്കൾ അത് അവഗണിക്കരുത് എന്ന്, അവിടെ ചിരിച്ചു കൊടുക്കരുത് എന്ന്. ഇത്ര ഗൗരവത്തോടെ പറയണം നോക്കി നിങ്ങൾ. അങ്ങനെ ഒരു കുട്ടിയിൽ നിങ്ങൾ അങ്ങനെ കാണുന്നുവെങ്കിൽ രക്ഷിതാക്കളോട് പറയണേ, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളൊക്കെ പിന്നെ ഇടയന്മാരാ, പ്രത്യേക കാര്യത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമുള്ളവരാണ്. അങ്ങനെ ഒരു കുട്ടിയിൽ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, നേരെ മറിച്ചുണ്ടാവാം. 7 ആണുങ്ങൾ 7 ആങ്ങളമാരുടെ ഇടയിലൊരു പെൺകുട്ടി, അവളിങ്ങനെ കാണുകയാണ് ഈ ഡ്രസ്സും പാൻറ്റും ഇങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. ഓൾക്ക് താല്പര്യം ഇങ്ങനെ ഈ ടോയ്സിനോടാണ്, ആണുങ്ങളതിനോടാണ്. പെൺകുട്ടികളുമായി ഈ കുട്ടി പിന്നെ ടോയ്സ്, കുഞ്ഞു പാവകളെ എടുത്ത് പാലൂട്ടുന്നില്ല, താരാട്ടുന്നില്ല, കുളിപ്പിക്കുന്നില്ല. അവനക്കിങ്ങനെ വേറെ തോക്ക്, അതേമാതിരി തന്നെ ഇങ്ങനെ മറ്റേ ആണുങ്ങൾ ഉപയോഗിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ കണ്ടുവരുമ്പോൾ കുട്ടിക്ക് ഡ്രസ്സിലും ഒക്കെ മാറ്റാം, അവനക്കിങ്ങനെ ട്രൗസർ ഇടണം തോന്നുക. അതേപോലെ തന്നെ അവനിങ്ങനെ ചെയ്യുന്ന, ഇപ്പം എൻ്റെ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ആൺകുട്ടിയാണെങ്കിൽ പെങ്ങന്മാരോട് സാദൃശ്യാൻ വേണ്ടിയിട്ട് അവനും ഇങ്ങനെ കളറടിക്കണേ, അവനും ഇടക്കൊന്നും ഇങ്ങനെ സാരി ചുറ്റി വെക്കണേ. അപ്പൊക്കെ ചില രക്ഷിതാക്കൾ ചിരിക്കും, ചെറുപ്പത്തിലല്ലേ വിചാരിച്ചു, അപ്പട്ടെ പിടിച്ചോളണം എന്ന്. ചെറിയ കുട്ടിയിൽ കാണുമ്പോൾ പോലും അതെന്താക്കരുത്, നിസ്സാരമായി കാണരുത്. കാരണം ഇന്നിൻ്റെ ലോകം അങ്ങനെയാണ്. മുളയിലേ നുള്ളിക്കോളണം. കുട്ടിയായി ട്രെയിനിങ് കൊടുത്ത് മാറ്റണം. ഇന്ന് കുട്ടി ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചിലതൊക്കെ ചുണ്ടൊക്കെ ചൊപ്പിച്ചാൽ ആൺകുട്ടി ഇങ്ങനെ നടക്കണമെമ്പോൾ പറ്റൂല. ചെറിയ കുട്ടിയല്ലേ, അതിനൊക്കെ പത്ര പ്രശ്നമാക്കാണ്ടോന്നൊന്നും പറയരുത്. അവിടെ എന്താ പ്രശ്നം എന്നറിയോ? ആ കുട്ടിക്ക് ചെറുപ്പത്തിലേ അങ്ങനെ ഒരു വാസന വന്നുകൊണ്ടാണ് ആ തേക്കണത്. അതൊരിക്കലും പോഷിപ്പിക്കരുത്, വളരാൻ വിടരുത്. ഡ്രസ്സിങ്ങിൽ ചേഞ്ച് കാണുന്നുണ്ടോ ശ്രദ്ധിക്കണം ഉമ്മാരുപ്പാരുന്ന്. നടപ്പിരിപ്പിൽ പിന്നെ ചേഞ്ചിങ് വരുന്നുണ്ടോ? അവനപ്പുറത്തെ എതിർലിംഗത്തോടുള്ള ഒരു അഭിനിവേശം അവനിങ്ങനെ ചെറുപ്പത്തിലേ, ചെറിയ കുട്ടിയാണ്, വരുന്നുണ്ടോ? ചെറുപ്പത്തിലേ ശ്രദ്ധിക്കണം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂലാന്ന്. അത് ശ്രദ്ധിക്കണം. അത്രത്തോളം ഇത് വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ഇത്തരം ഘട്ടങ്ങളിൽ തെർബിയത്തും തൻഷിയത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ അത് വളരെ ഗൗരവത്തോടെ കാണുകയും അതും വേരുറക്കുന്നതിൻ്റെ മുമ്പ് തുടക്കത്തിലെ അതിനെ ട്രീറ്റ് ചെയ്തോളണം, ചികിത്സിച്ചോളണം, ഇല്ലെങ്കിൽ അപകടത്തിലേക്ക് പോകും. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ വിധത്തിലുള്ള സ്വഭാവങ്ങൾ കണ്ടുവരുമ്പോൾ കുട്ടികളല്ലേ പിന്നെ ചൈന ഇട്ടാൽ എന്താപ്പോൾ അങ്ങനെയല്ലേ എങ്ങനെയല്ലേ അങ്ങനെ പലതിലും ഇങ്ങനെ മാറ്റി. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഇന്നത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ് കുട്ടികളെ പഠിപ്പിക്കണതന്നെ എന്താണ്? നമ്മളെ സർക്കാർ പാഠപുസ്തകങ്ങളിൽ ഇപ്പോൾ പഠിപ്പിക്കണതന്നെ എന്താണ്? എത്ര ഒച്ചയും മുളയും കൂട്ടിയിട്ട് എന്തേ കാര്യം ഉണ്ടായി? ഇത് പാഠപുസ്തകത്തിൽ വന്നില്ലേ? ഇതാ ലോകേ. ഇതാണ് നമ്മളെ കുട്ടികൾ പഠിക്കുന്നതും, ഇതാണ് അവരെ പഠിപ്പിക്കുന്നതും. ഇതാണ് കുടുംബശ്രീയുടെ ക്ലാസ്സുകളിലും, ഇതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ക്ലാസ്സുകളിലും, ഇതാണ് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എന്താണ് ബയോളജി പഠിപ്പിക്കുന്ന ടീച്ചറും മാഷും അവരൊക്കെ ഈ നിലക്കുള്ള ചിന്താഗതിക്കാരാണെങ്കിൽ പറയും വേണ്ട, അവർ തന്നെ കുത്തിവെക്കണത്. നിങ്ങളൊക്കെ ഒന്ന് തന്നെ കുട്ടികളെ, നിങ്ങളൊക്കെ ഒന്ന് തന്നെ, ആണ് പെണ്ണ് എന്നുള്ള വിവേചനം ഒരിടത്തും സമ്മതിക്കൂല. അതുകൊണ്ടല്ലേ ഇപ്പോൾ ടോയ്ലറ്റ് എന്ത് വേണം? എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊന്നും വ്യത്യാസമുള്ള ടോയ്ലറ്റ് വേണ്ട, എല്ലാവരും ഒന്ന് പോട്ടെ എന്നല്ലേ ഇപ്പോൾ പല കോളേജുകളുടെ തീരുമാനം. പണ്ടുള്ള വ്യത്യാസം പോയില്ലേ, ലേഡീസ് ജെൻസ് അതൊന്നുമില്ലഞ്ഞി. അപ്പം ഈ കാലത്ത് മുളയിലേ നുള്ളണം. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു അറിയോ? ഇവരുടെ ചിഹ്നങ്ങൾ കുട്ടികൾക്ക് കളിപ്പാട്ടമായി പോലും വാങ്ങിക്കൊടുക്കരുത്. മഴവില്ല്, എത്ര കുട്ടികളുടെ കയ്യിലുണ്ട് മഴവില്ലിൻ്റെ ചിഹ്നങ്ങൾ? അവിടെ തിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണതും അങ്ങനെ കിട്ടി. പിന്നെ കുറേ ആ നിലക്കുള്ള ഡ്രസ്സുകൾ, ആ നിലക്കുള്ള കളറുകൾ, ഇതൊക്കെ വരെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഫ്ലാഗുകൾ, പാഠപുസ്തകങ്ങളുടെ പുറം ചട്ടകൾ,
പലതും നോട്ട് ബുക്കുകളുടെ പുറംചട്ടകൾ. കുട്ടികൾക്ക് അങ്ങനെ ഒരു താല്പര്യം കൊടുക്കുന്ന ഒരു കളിപ്പാട്ടം പോലും ഇവരോട് സാദൃശ്യമുള്ളത് വാങ്ങിക്കൊടുക്കരുതെന്ന്. കാരണം അതാണ് ഇവർക്ക് ഡേകളുണ്ട്, കൊല്ലത്തിലൊരിക്കൽ ഇവർ പ്രകടനം നടത്തും. അന്നത്തെ ആ ഒരു ദിവസമാണ്, ഓരോ നാടിപ്പാടുന്ന ദിവസങ്ങളാണ്. അപ്പം ഇതൊക്കെ ഇന്നത്തെ കാലത്ത് മുൻഗാമികൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഇന്ന് നമുക്കത് മനസ്സിലാകുന്നതാണ് നമ്മുടെ ലോകം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള അവസ്ഥകൾ ചെറുപ്പത്തിലേ കാണുമ്പോൾ അതൊക്കെ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓൻ്റെ കൊഞ്ചലിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഉമ്മയും ബാപ്പിയും കുത്തിരുന്ന് ചിരിക്കല്ല വേണ്ടത്. സീരിയസ് ആയിട്ട്, കുട്ടിനോട് സീരിയസ് ഒന്നും പറയണ്ട, ഈ രക്ഷിതാക്കളൊരു സീരിയസ് ആയിട്ട് കാണുന്നത് കളിമൊന്ന് വിടും. ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്നോട് വന്നിട്ട് പറയും ഞാൻ പെണ്ണാണ്, സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും, മറ്റേ ഗ്യാങ്ങിൽ ഞാൻ പോവും, ഞാൻ ഓപ്പറേഷൻ ചെയ്യാം വിധേയനാവും, നിങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ വലിയ ഗുരുതരാണ് ഈ വിഷയം. എന്തിനത്ര ലയനത്തൊക്കെ ചൊല്ലിയത്? മനുഷ്യാവകാശ ധ്വംസനം. ഒരാൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അവനാണ് ചെയ്തോട്ടെ, അതിനിപ്പോൾ എന്തത്ര പ്രശ്നം? അവൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെന്താ? അവനില്ലാത്ത പ്രശ്നം നിങ്ങൾക്കെന്താ? നിനക്കേട്ട് ചോദിച്ചാൽ എല്ലാം ആയി എന്നാ ചില ആളുകളുടെ വിചാരം. ഇതെത്ര ഗുരുതരമാണ്! തോന്നിവാസം എന്നല്ലേ ഇതിന് പറയേണ്ടത്, തനിച്ച തെമ്മാടിത്തം. അവർക്ക് അതിന് ലക്ഷ്യവും കൂടി ഉണ്ടാവും. പിന്നെ പറയും വേണ്ട, അങ്ങനെ ലക്ഷ്യം പെൺവേഷം കെട്ടുന്നതിൽ ലക്ഷ്യവും കൂടി ഉണ്ടാവും. അവനെന്താ, അവന് സ്വർഗരതിയും അതുപോലെ വേശ്യാവൃത്തിയും വ്യഭിചാരമൊക്കെ കൊണ്ട് ഉദ്ദേശിക്കണവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഗൗരവം പറയും വേണ്ട. ഒരു ഉദ്ദേശം ഇല്ലാതെ തന്നെ കേവലം തശബ്ബുഹ്, ഒരു സാദൃശ്യമാകൽ പോലും ലഅനത്തിന് വിധേയമാകുന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെ സാദൃശ്യമാകുന്നതിന് അവൻ്റെ പിന്നിൽ ചില കച്ചവട കണ്ണും കൂടി ഉണ്ടെങ്കിലോ, അവൻ്റെ മാംസവിൽപ്പനയാണ്, ശരീരവിൽപ്പനയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടി അതിൻ്റെ ഗൗരവം എത്രത്തോളമായിരിക്കും സഹോദരങ്ങളെ? അതാണ് ഇന്നത്തെ ലോകം. അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് പറഞ്ഞത്? അത് ചികിത്സിക്കണം, ഇത് വൻപാപമാണ്. രക്ഷിതാക്കൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് വേണ്ട ചികിത്സകൾ നടത്തണം എന്ന് ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അതേ അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം. അത്തരത്തിലുള്ള ആളുകൾ എന്തു ചെയ്യണം? അവർ അതിൻ്റേതായ രൂപത്തിൽ അവരെ ട്രീറ്റ് ചെയ്യുകയും അവരോടൊപ്പം നിൽക്കുകയും അവരെ കുടുംബത്തിൽ നിന്ന് ആട്ടിപ്പായിക്കാതെ ഒന്നിനും കെട്ടത് ഇത് വേറെന്തെങ്കിലും 9 അല്ലെങ്കിൽ പിന്നെ 8 എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പരിഹസിക്കുകയോ കുടുംബത്തുനിന്ന് മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്യാതെ അവരെ ചേർത്ത് പിടിക്കണം എന്നാണ് ഇസ്ലാം പറയും. ചേർത്ത് പിടിക്കണം, സ്നേഹം കൊടുക്കണം, അവരെ ഒറ്റപ്പെടുത്താതെ ആ നിലയ്ക്ക് കാണണം. അത് പ്രകൃത്യാവുള്ളവരെ കുറിച്ചാണ് എന്ന ഗൗരവത്തോടെ മനസ്സിലാക്കുക. അവരെ ഇസ്ലാം ആട്ടി അകറ്റിയിട്ടില്ല. അവരെ മാനുഷികമായിട്ട് തളർത്താൻ പാടില്ല. അവരെ മനോവേദനക്ക് പോലും ഗൗരവമാണ്. അത്തരത്തിലുള്ള ആളുകളോട് കരുണ കാണിക്കണം എന്നൊക്കെ പണ്ഡിതന്മാർ ഇതൊക്കെ വിശദീകരിക്കുന്നിടത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് തന്നെ എന്തിനാണ്? അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്, അവരെ എന്തു ചെയ്യരുത്, അധിക്ഷേപിക്കരുത്. അതേ അവസരത്തിൽ ഇത്തരത്തിലുള്ള കോമാളികളായി നടക്കുന്നവൻ ശാപത്തിന് അർഹനാണ്. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ശേഷമുള്ള ഹദീസുകളും ഉപോത്ബലകമായ ഹദീസുകളാണ് ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും എല്ലാവിധ ഫിത്തനകളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിലും എല്ലാവരിലും അല്ലാഹു തആല കാവൽ നൽകുമാറാകട്ടെ. മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബ് എല്ലാ അർത്ഥത്തിലും മോചനം നൽകുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.